കാഫർ വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ പേരിൽ പറയുന്ന സൈബർ ഗ്രൂപ്പുകളിൽ വരുന്ന കാര്യങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. KK ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് അത് നാടിനാപത്താണെന്ന് പ്രചരിപ്പിക്കാനാണെന്നും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. വ്യക്തികൾ പറയുന്നതല്ല, സെക്രട്ടറി പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് ചൂണ്ടിക്കാട്ടി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ KK ശൈലജയും MB ജയരാജനെയും തള്ളിപ്പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് തുടർന്നു വന്ന പ്രത്യേക രീതിയുടെ പ്രതിഫലനമായി വേണം വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിനെ കാണാനെന്നതാണ് CPIMന്റെ നിലപാട്. പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്ന വിധം കാഫിർ വിവാദത്തെ ഒറ്റപ്പെടുത്തി കാണുന്നത് ശരിയല്ല. ഈ വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് സംഭവത്തിൽ പങ്കില്ലെന്ന് CPIM വിശദീകരിക്കുന്നത്. 25-ാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഗുണഭോക്കാവേണ്ട വല്ല കാര്യവും CPIMനുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ? ഇല്ല എന്ന് വളരെ വ്യക്തമല്ലേ. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇമാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിന് ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സൈബർ സംഘങ്ങളെ CPIM പൂർണ്ണമായും തള്ളുന്നു. റെഡ് എൻകൗണ്ടർ അഡ്മിൻ അടക്കം യുവജന നേതാക്കളുടെ നിലപാടിൽ ഏത് അന്വേഷണം നടക്കട്ടെ എന്നാണ് CPIMന്റെ നിലപാട്. നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി. ഇപ്പം നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ്, എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധമുള്ളതല്ല. ആപത്താണെന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് KK ലതിക സ്ക്രീൻഷോട്ട് പങ്കുവച്ചെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ KK ശൈലജയെ പരസ്യമായി തിരുത്തി. KK ലതിക ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ കൂടി വിശദീകരിച്ചത്. ആ വിശദീകരിച്ചതാണ് പാർട്ടി നിലപാട്. ഒറ്റക്കൊറ്റക്ക് ആര് പറയുന്നതും പാർട്ടി നിലപാടല്ലോ. ഈ ശൈലജ ഉൾപ്പെടെയല്ലേ ഈ പാർട്ടി. അപ്പോൾ ഈ പാർട്ടി പറഞ്ഞു നടത്താൻ മതി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തിയ ശേഷമാകാം പാർട്ടിതല അന്വേഷണമെന്നാണ് CPIMന്റെ സമീപനം. സത്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്ന പാർട്ടി ആരെയും പുകമറയിലാക്കരുതെന്നും പറയുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.